നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, അതായത് ഈ വീഡിയോ നിങ്ങളുടെ മുൻപിൽ വന്നിട്ടുണ്ട് എങ്കിൽ അത് ഒട്ടും യാദൃശ്യമല്ല. കാരണം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഇവിടെ കിങ് ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്. അതായത് വളരെ കൺട്രോളിങ് അതുപോലെ മാനിപ്പുലേറ്റിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്കൊരു കണക്ഷൻ ഉണ്ട്. ഈ കിങ് ഓഫ് സോഡിൻ്റെ എനർജിയിലുള്ള ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അവരുടെ ഇൻറ്റൻഷൻ ഒരിക്കലും നിങ്ങൾ വിചാരിക്കുന്നതും അല്ല. നിങ്ങളുമായിട്ടൊരു സെപ്പറേഷനുള്ള വ്യക്തിയാണ് ഈ പേഴ്സൺ എന്ന് പറയുന്നത്. ഈ വരാൻ പോകുന്ന പേഴ്സൺ നിങ്ങളുമായി സെപ്പറേഷനുള്ള വ്യക്തിയാണ്. ഈ സെപ്പറേഷൻ ഉണ്ടായത് വേറെ ആരുടെയോ ഒരു സ്വാധീനം കൊണ്ടിട്ടാണ്. എന്ന് വെച്ചാൽ ഒരു തേർഡ് പാർട്ടി. എന്തായാലും ആ ബ്രേക്കപ്പ് ഉണ്ടായി, നിങ്ങളിപ്പോൾ സെപ്പറേറ്റ് ആണ്. അതൊരു റിയാലിറ്റിയാണ്. ഇപ്പോൾ അവരുടെ ലൈഫിൽ എന്തൊക്കെയോ ചേഞ്ചസ് ഉണ്ടായി. അതുകൊണ്ട് അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരികയാണ്. എന്നാൽ ഇവിടുത്തെ കാര്യം അതല്ല. അവർ ഈ വരുന്നത് ശരിക്കും ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല അവർ വരുന്നത്. ഇത് ശരിക്കും ഒരു ടെമ്പററി ആയിട്ടുള്ള റീയൂണിയൻ ആണ്. നോർമലി ഇങ്ങനെ ബ്രേക്കപ്പ് ആയ ആളുകൾ തിരിച്ചു വരുമ്പോൾ ഭയങ്കര റിലീഫായിരിക്കും അല്ലേ? അവരെന്നെ സ്നേഹിക്കുന്നതുകൊണ്ടാണല്ലോ അവർ വീണ്ടും വരുന്നത് എന്നൊക്കെയുള്ളൊരു ആറ്റിറ്റ്യൂഡൊക്കെ ആയിരിക്കും അല്ലേ? ഭയങ്കര ഫീൽ സേഫായിട്ടൊക്കെ തോന്നും. അപ്പോൾ അതുപോലെ നിങ്ങളുടെ ഡോപ്പമിൻ ലെവൽ ഉയരും. എന്നാൽ ഇവിടെ നിങ്ങൾ ചിന്തിക്കുന്ന പോലെ അല്ല കേട്ടോ കാര്യങ്ങൾ. ഈ പേഴ്സൺ തിരിച്ചു വരുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് കുറച്ച് ഡ്രാമയൊക്കെ ആയിട്ടാണ് അവർ തിരിച്ചു വരുന്നത്. അവർ തിരിച്ചു വന്നാലും ഭയങ്കര സർക്കാസ്റ്റിക് ആയിരിക്കും. അതേപോലെ ഒരു ക്രൂവൽ ആറ്റിറ്റ്യൂഡ് ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ ശരിക്കും പ്രതീക്ഷിച്ചിരുന്നു ഈ റീയൂണിയന് നിങ്ങൾ തന്നെ മുൻകൈ എടുക്കുമെന്നുള്ളത്. നിങ്ങൾ അങ്ങനെ ചെയ്യാതിരുന്നത് കൊണ്ട് തന്നെ അവർ ശരിക്കും തിരിച്ചു വരുന്ന ഒരു ബുള്ളിങ് എനർജി ആയിട്ടാണ്. പക്ഷേ അതൊരിക്കലും അവർ നിങ്ങളോട് ആദ്യം കാണിക്കില്ല. ആദ്യം അവർ വല്ലാതെ സ്വീറ്റായിട്ടായിരിക്കും നിങ്ങളോട് സംസാരിക്കുക. പിന്നീട് അവരത് കട്ട് ചെയ്യും. സോ ഇപ്പം നിങ്ങൾ നന്നായിട്ട് സന്തോഷിക്കുന്നുണ്ടാവും റീയൂണിയൻ നടന്നല്ലോ എന്നുള്ളതൊക്കെ. പക്ഷേ നിങ്ങൾ കരുതുന്നത് പോലെയല്ല ഈ കാര്യങ്ങൾ. ഈ റീയൂണിയൻ, ഈ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഈ റീയൂണിയൻ നിങ്ങളെ ഇതിൽ മോശമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകും. നിങ്ങൾ ചെയ്ത ഇന്നർ വർക്കും അതുപോലെ തന്നെ നിങ്ങൾ ചെയ്ത ഹീലിംഗ് ഒക്കെ ഉണ്ടല്ലേ, അതൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വ്യക്തി വരുന്നത്. അവർ വരുന്നതോടുകൂടി നിങ്ങളുടെ എനർജി എല്ലാം ഡൗൺ ആയി പോകും. കാരണം അവരുടെ ഇപ്പോഴത്തെ എനർജി എന്ന് പറയുന്നത് വളരെ സർക്കാസ്റ്റിക് ആണ്, അതേപോലെ ബുള്ളിയിങ് ആണ്. അതായത് ഒരു തരം പരിഹാസവും ഭീഷണിപ്പെടുത്തലും ഒക്കെ കൂടിക്കലർന്ന ഒരു എനർജി. അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ പോസിറ്റീവ് എനർജിയെ നശിപ്പിക്കുമെന്ന്. അവർ ചിലപ്പോൾ നിങ്ങളോട് പറയും നിങ്ങളുടെ ലൈഫ് നിനക്കിപ്പോൾ വേറെ ആരെങ്കിലും കിട്ടിക്കാണും, അതുകൊണ്ട് ഞാൻ വേണ്ടാത്ത എന്നൊക്കെ അവർ നിങ്ങളോട് പറയും. അതുപോലെ തന്നെ അവരയക്കുന്ന മെസ്സേജ് ഒരിക്കലും ഒരു പ്ലസൻറ്റ് മെസ്സേജ് ആയിരിക്കുമെന്ന് നിങ്ങൾ കരുതുകയേ ചെയ്യരുത്. അതൊന്നും ഒരിക്കലും നിങ്ങൾക്കൊരു നല്ല ന്യൂസ് ഒന്നും ആവില്ല. ഇവിടെ വേൾഡ് കാർഡ് നമുക്ക് റിവേഴ്സാണ് വന്നിരിക്കുന്നത്. ഇവിടെ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു പുതിയ തുടക്കമൊന്നും ഉണ്ടാവില്ല. ഇവിടെ ശരിക്കും എന്താണെന്നറിയോ, ഇവിടെ ഈ പേഴ്സൺ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്കുണ്ടായിട്ടുള്ള ചേഞ്ചില്ലേ അതിനെ റെസിസ്റ്റ് ചെയ്യാനാണ് ആ പേഴ്സൺ നോക്കുക. അതായത് നിങ്ങളെ തിരികെ അവരുടെ ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ അവർ നോക്കും. അവരൊരിക്കലും ആ കാർമിക് ലെസൺസ് ഒന്നും ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും വരുന്നതല്ല. അവരുടെ എയിം എന്ന് പറയുന്നത് നിങ്ങളെ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ്. ആദ്യം ചിലപ്പോൾ അവരെന്തെങ്കിലും സ്വീറ്റ് ടോക്കൊക്കെ നടത്തുമായിരിക്കും. പിന്നീട് അവർ നിങ്ങളെ പഴയ ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ നോക്കും. ചിലപ്പോൾ അവർക്ക് തോന്നിക്കാണും അവർക്ക് നിങ്ങളിൽ ഉണ്ടായിരുന്ന ആ ഒരു കൺട്രോൾ എല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ളത്. അവരുടെ ആ കൺട്രോളിങ് പവറൊക്കെ നഷ്ടപ്പെട്ടില്ലേ. നിങ്ങൾ അവർക്ക് എന്തെങ്കിലും ഒരു ചാൻസ് കൊടുക്കുകയാണെന്ന് വെച്ചോ, നിങ്ങൾ അവർക്ക് എന്തെങ്കിലും ചാൻസ് കൊടുത്താൽ ഉറപ്പായിട്ടും അവർ നിങ്ങളെ പഴയപടി ആക്കി തരും. ഈ ഡെവിളിൻ്റെ എനർജി, ഈ ഡെവിൾ കാർഡ് കാണിക്കുന്ന ആ ഒരു ഡെവിൾ എനർജിയാണ് ഷോ ചെയ്യുന്നത്. അതാണ് ഞാൻ പറഞ്ഞത് അവർ നിങ്ങളെ പഴയ ട്രാക്കിലേക്ക് കൊണ്ടുവരുമെന്ന്. ഈ ഒബ്സഷൻ, അഡിക്ഷൻ ഇതെല്ലാം എന്താ പറയുക, ഒരുതരം ട്രോമ ബോണ്ട് തന്നെയാണ് ഇതെല്ലാം. നിങ്ങൾക്കിപ്പോൾ യൂണിവേഴ്സ് ഒരു വാണിംഗ് തരികയാണ്. ഇതൊരു വാണിംഗ് ആയിട്ട് നിങ്ങൾ എടുക്കുക. കാരണം ഈ വ്യക്തി ഒരു ഡെവിൾ തന്നെയാണ്.
ആ ഡെവിൾ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്ന നിങ്ങളുടെ ഇന്നർ വർക്ക് എല്ലാം നശിപ്പിച്ച് നിങ്ങളെ വീണ്ടും ആ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ്. അവർ ആദ്യം നല്ല സ്നേഹത്തിലൊക്കെ ആയിരിക്കും നിങ്ങളോട് നിൽക്കുക. പിന്നീട് ശരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും അവരുടെ ഒറിജിനൽ സ്വഭാവം. അവരുടെ ആ ഒരു അഗ്രസീവ് ബിഹേവിയർ ഉണ്ടല്ലോ, അതൊക്കെ പെട്ടെന്ന് തന്നെ പുറത്തു വരും. ഇപ്പം നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? ഒരു ബെറ്റർ സിറ്റുവേഷനിലേക്ക് പോകുവാനാണോ അതോ വീണ്ടും ഈ ട്രാപ്പിലേക്ക് തന്നെ പോകുവാനാണോ? ഇതൊരു വാണിംഗ് ആണ് നിങ്ങൾക്ക്, ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇതാണ് നിങ്ങൾക്ക് വരാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. എന്താണെന്നോ, നിങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് നാളുകളായിട്ടുണ്ടായിരുന്ന ഒരു കണക്ഷൻ ബ്രേക്കപ്പ് ആയിട്ട് ആ വ്യക്തി തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ കൺഫ്യൂഷൻ ആകും. അവർ നിങ്ങൾ ഇപ്പം അവർ പറയുന്നതൊന്നും അതേപടി നിങ്ങൾ വിശ്വസിക്കാതെ ഇരിക്കുന്നതായിരിക്കും നല്ലത്. ഞാനൊരു കാര്യം പറയാം, ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. ചിലപ്പോൾ ഇതെല്ലാവർക്കും റിസണേറ്റ് ആവണമെന്നില്ല. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടാവും. അങ്ങനെയുള്ളവരുടെ കാര്യമല്ല ഞാനിവിടെ പറയുന്നത്. ഇനി നിങ്ങളുടെ ശുഭാപ്തി വിശ്വാസം ഓവറായിട്ടുണ്ട് എങ്കിൽ, അതായത് നിങ്ങളുടെ പേഴ്സൺ നന്നായി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു കാര്യം ചെയ്യും, അവരുടെ ബിഹേവിയർ പാറ്റേൺ ശ്രദ്ധിക്കുക. കാരണം ആളുകൾ എപ്പോഴും അവരുടെ സ്വഭാവത്തിൻ്റെ ഒരു പാറ്റേൺ ഉണ്ടല്ലോ, അത് റിപ്പീറ്റ് ചെയ്യും. അതിപ്പോൾ നമ്മളാണെങ്കിലും ആരാണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യുക. അപ്പം നിങ്ങൾ അവരെ ഒബ്സർവ് ചെയ്യുക. അവരത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ്, നിങ്ങൾക്ക് ഉറപ്പിക്കാം അവർ ചേഞ്ച് ആയിട്ടില്ല എന്ന്. നിങ്ങളെ സംബന്ധിച്ച് അവരിപ്പോൾ തിരിച്ചു വരുമ്പോൾ നിങ്ങളുടെ നെർവസ് സിസ്റ്റത്തിന് നല്ല റിലീഫൊക്കെ തോന്നും. പക്ഷെ നിങ്ങളൊന്ന് ഓർക്കണം, നിങ്ങൾ ചെയ്ത, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ചെയ്ത ഇന്നർ വർക്കും ഹീലിംഗും ഒക്കെ അവർ നശിപ്പിക്കും. അതായത് നിങ്ങളിപ്പോൾ ഒരു നല്ല പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോടുകൂടി ആയിരിക്കും ഇരിക്കുന്നത്. കാരണം നിങ്ങളുടെ ഈ വൂൺസും ട്രോമാസ് എല്ലാം ഹീൽ ചെയ്ത് നിങ്ങൾ നല്ലൊരു അവസ്ഥയിലായിരിക്കും ഇപ്പോൾ ഇരിക്കുക. ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒരു ടെൻഡൻസി തോന്നുവാണെന്ന് വെച്ചോ, ആ പേഴ്സണെ വീണ്ടും സ്വീകരിക്കണമെന്ന്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ, ലാസ്റ്റ് ടൈം അവർ നിങ്ങളോട് എന്താണോ ചെയ്തത് അത് നിങ്ങളൊന്ന് ഓർത്താൽ മതി. അതാണല്ലോ, ഇപ്പോൾ അവരങ്ങനെ ചെയ്തത് കൊണ്ടാണല്ലോ നിങ്ങൾ ഇതിൽ നിന്ന് മൂവ് ഓൺ ആകാൻ നോക്കിയതും നിങ്ങൾ ഈ ഹീലിങ്ങും ഇന്നർ വർക്കും കാര്യങ്ങളെല്ലാം ചെയ്തതും. അപ്പം നിങ്ങൾക്കിങ്ങനെ സ്ട്രോങ് ആയി നിൽക്കാനുള്ള ഒരു സ്ട്രെങ്ത് തന്നത് ആ ലാസ്റ്റ് ഇൻസിഡൻ്റ് അല്ലേ? അപ്പം നിങ്ങളത് ചിന്തിക്കുക. ഇനി അവർക്കൊരു ചാൻസ് കൊടുക്കണമെന്ന് നിങ്ങൾക്ക് ഭയങ്കര നിർബന്ധമാണെന്ന് വെച്ചോ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവർക്കൊരു പ്രൊബേഷൻ പീരീഡ് കൊടുക്കുക. നമ്മളൊരു പുതിയ ജോലിക്കൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ അവർ നമുക്കൊരു പ്രൊബേഷൻ പീരീഡ് തരാറില്ലേ? അതുപോലെ തന്നെ നിങ്ങളൊരു 3 to 4 months നോക്ക് അവരുടെ സ്വഭാവം എങ്ങനെയുണ്ടെന്ന്. ഇനി അവരിതെല്ലാം റിപ്പീറ്റ് ചെയ്യുകയാണ് എങ്കിൽ പിന്നീട് നിങ്ങൾക്കൊരു റീതിങ്കിങ്ങിൻ്റെ ആവശ്യമേ ഇല്ല. അവരെ ലൈഫിൽ നിന്ന് കട്ട് ചെയ്യുക. ഇനി അവർ നോക്കുക അവർ ചേഞ്ച് ആയോ എന്നുള്ളത്. അത് നിങ്ങൾ തന്നെ ഒബ്സർവ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ചേഞ്ച് ആയെങ്കിൽ നിങ്ങൾക്ക് അവരെ സ്വീകരിക്കാമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അവരെ സ്വീകരിക്കാം. ഈ ടോക്സിക് റിലേഷനിൽ നിന്നും പുറത്തു കടക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്താണ് ബുദ്ധിമുട്ടെന്നറിയോ? അവരിൽ നിന്നും അകന്ന് നിൽക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും വീണ്ടും വരാൻ നോക്കുമ്പോൾ അവരിൽ നിന്ന് അകന്ന് നിൽക്കുക എന്നുള്ളത് ഒരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതൊരിക്കലും ഒരു ഈസി ആയിട്ടുള്ള ടാസ്ക് അല്ല. നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ ലൈഫിൽ വീണ്ടും ഈ ഒരു ടോർച്ചറിങ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അവർക്ക് തോന്നുമ്പോൾ വരും, തോന്നുമ്പോൾ പോകും, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതേയില്ല. നിങ്ങൾക്ക് വേണോ ഇങ്ങനത്തെ ഒരു ബന്ധം, ഇങ്ങനത്തെ ഒരു റിലേഷൻ വേണ്ട എന്നുള്ളതാണ് എങ്കിൽ നിങ്ങൾ ഇതിൽ നിന്നും പുറത്ത് കടക്കുക. പക്ഷെ തീരുമാനം എപ്പോഴും നിങ്ങളുടേത് മാത്രമായിരിക്കും. ഇനിയും നിങ്ങൾക്കവർ വേണമെന്നാണ് എങ്കിൽ നിങ്ങൾ അവർക്ക് ചേഞ്ച് ആവാൻ ടൈം കൊടുക്കുക. പിന്നെ അവർ വരുന്നത് വരെ ഒരിക്കലും അവർ വരുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഫോക്കസ് ചെയ്തിരിക്കാതെ നിങ്ങളുടെ ഗ്രോത്തിന് പ്രാധാന്യം കൊടുക്കുക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ വളർച്ചയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുക. നിങ്ങൾക്ക് സേഫ് ആണെന്ന് തോന്നുന്ന ഒരു ഫ്രണ്ട് സർക്കിളിനെ കണ്ടെത്തുക. കാരണം നിങ്ങളുടെ നെർവസ് സിസ്റ്റം ഫീൽ ചെയ്യുന്നത് ഈ പേഴ്സൺ വന്നാൽ നിങ്ങൾ സേഫ് ആണെന്നാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സേഫ് ആണെന്ന് തോന്നുന്ന വേറെ എന്തെങ്കിലും സോഴ്സുകൾ നിങ്ങൾ കണ്ടുപിടിക്കുക. നിങ്ങളുടെ ഇമോഷൻസിന് വാല്യൂ ഇല്ലാത്ത ഇടങ്ങളിൽ നിങ്ങൾ നിൽക്കാതിരിക്കൂ. നിങ്ങളെ കൺട്രോൾ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കും, മറ്റൊരു വ്യക്തിയെ കൊണ്ട് കൺട്രോൾ ചെയ്യിക്കാതെ. അതായത് മറ്റൊരു വ്യക്തിയുടെ ഇമോഷണൽ ടൂൾ ആകാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കണം.
തെറ്റത്തെ നിങ്ങൾ അംഗീകരിക്കൂ. അല്ലാതെ ഇത് അവരുടെ ട്രോമയാണെന്ന് പറഞ്ഞ് അവരെ നിങ്ങൾ ഒരിക്കലും ന്യായീകരിക്കില്ലേ. എല്ലാവർക്കും ഉണ്ട് ഈ ട്രോമ എന്ന് പറയുന്നത്. പക്ഷേ നല്ലൊരു വ്യക്തിയാകണോ എന്നുള്ളത് നമ്മുടെ ചോയ്സാണ്, അല്ലേ? അവരുടെ ട്രോമയെ നിങ്ങൾ ഒരിക്കലും സഫർ ചെയ്യേണ്ട ആവശ്യമില്ല. അതിനുവേണ്ടി നിങ്ങളുടെ ലൈഫിൽ സ്പോയിൽ ചെയ്യല്ലേ കൂട്ടുകാരെ. നിങ്ങൾ ഒരിക്കലും സ്പോയിൽ ചെയ്യല്ലേ. ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഇത്രയും മനോഹരമായ ഒരു ജീവിതം ഈശ്വരൻ നിങ്ങൾക്ക് തന്നില്ലേ. അത് മറ്റുള്ളവർക്ക് അവരുടെ ഇമോഷൻ വെച്ച് തട്ടിക്കളിക്കാൻ കൊടുക്കല്ലേ. പകരം ഈ ലൈഫിലെ ഓരോ സുന്ദരമായ നിമിഷത്തെയും ആസ്വദിച്ച് ജീവിക്കുവാൻ ശ്രമിക്കുക. നിങ്ങളെ ഉപേക്ഷിച്ച് പോയവർ പോവട്ടെ, അവർ പോയല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്നതിന് പകരം എന്നെപ്പോലെ നല്ലൊരു വ്യക്തിയെ അവർ അർഹിക്കുന്നില്ല, അതുകൊണ്ടാണ് അവർ പോയതെന്ന് മറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. നഷ്ടം നിങ്ങൾക്കല്ല, നിങ്ങളെപ്പോലെ നല്ലൊരു വ്യക്തിയെ നഷ്ടപ്പെടുത്തിയ അവർക്കാണ് നഷ്ടം.